ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാണാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ്. അതേപോലെ തന്നെ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നല്ലൊരു ദിവസമാണ്. അതേപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച പൂജയൊക്കെ നന്നായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ 4:02 നമ്മൾ എണീറ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മളെല്ലാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നത്തെയും പോലെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനിതാ പൂജാമുറി തുറക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല വിശേഷമുള്ള ദിവസമാണ് കേട്ടോ. ഫ്രൈഡേ ആൻഡ് ട്യൂസ്ഡേ കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ തലേദിവസം ഞാൻ കഴുകി വെച്ചു. എണ്ണയും തിരിയും രാവിലെ ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഭഗവാന് ഫോട്ടോ ഒക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചന്ദനവും കുങ്കുമവും ഒക്കെ തൊടണം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ നമ്മൾ എണീറ്റ് നോക്കിയപ്പോൾ അതാ നല്ല കൂരിരുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ലൈറ്റൊക്കെ ഇട്ട് ഉമ്മറ ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ വെള്ളം തെളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓസിലിട്ടിട്ടാണ് കേട്ടോ വെള്ളം തെളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബക്കറ്റിലൊക്കെയാണ് വെള്ളം എടുത്ത് തെളിക്കുന്നവരാണെങ്കിൽ അതിലൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തെളിക്കുകയാണെങ്കിൽ അത്ര ഉത്തമമാണ് കേട്ടോ. ഇല്ലെങ്കിൽ ചാണകമൊക്കെ തെളിക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ലോക്ക് ഇട്ടേം കൊണ്ട് അങ്ങനെ തെളിക്കാറില്ല. പക്ഷേ ഓണത്തിനൊക്കെ ഞാൻ ചാണകം മെഴുകിയിട്ടേ പൂക്കൾ ഇടാറുള്ളൂ കേട്ടോ. നമ്മൾ മുറ്റത്ത് കോലം ഇടുമ്പോൾ മഹാലക്ഷ്മി കയറി വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എത്ര ഭംഗിയായിട്ട് കോലം ഇടാൻ പറ്റുമോ അത്ര നന്നായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അത് വലുതായാലും ശരി ചെറുതായാലും ശരി അത് നമ്മൾ എത്ര ഭംഗിയിലിടുന്നോ അത്രയും വീടിന് ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയുന്ന രീതിയിൽ കോലം ഇട്ടാൽ കൂടി നമുക്കത് തെറ്റാത്ത രീതിയിൽ കോലം ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ വിളക്ക് കൊളുത്താൻ പോവുകയാണ്. എൻ്റെ അടുത്ത് ഇന്നലെ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിളക്ക് കത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, വിളക്ക് കൊളുത്താന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് ക്ഷമ ചോദിക്കണം കേട്ടോ. എന്താ നമ്മൾ ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകുമ്പോൾ വിളക്ക് കത്തിക്കുക എന്നങ്ങനെ പറഞ്ഞു വന്നതാണ്. നമ്മൾ അത് അറിയാതെ വന്നു പോയതാണ് കേട്ടോ. നമ്മൾ ഈ പാലക്കാട് ഭാഷ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ വിളക്ക് കത്തിക്കുകയല്ല, വിളക്ക് കൊളുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിളക്ക് കത്തിക്കുക എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി മുതൽ അത് മാറ്റിയിട്ട് വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞ് ശീലിക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സ്കന്ദഷഷ്ടിയും വായിച്ചു കേട്ടോ. സ്കന്ദഷഷ്ടിയും വായിച്ചതിന് ശേഷം ഈ വിനായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വിനായകൻ്റെ പേരാണ് വെള്ളരിക്ക് വിനായകൻ കേട്ടോ. വെള്ളരിക്ക് വിനായകൻ എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. ആരുടെയും വീട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വെള്ളരിക്ക് വിനായകൻ ഭയങ്കര ശക്തിയുള്ളൊരു വിനായകനാണ് കേട്ടോ. ഇത് കടയിലൊന്നും ഞാൻ മേടിക്കാൻ കണ്ടിട്ടില്ല, ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്ക് വിനായകനെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതേപോലെ മഞ്ഞളിൽ നമ്മൾ ആദ്യം പനിനീരിൽ കഴുകിയെടുക്കണം. അതിന് ശേഷം നമ്മൾ മഞ്ഞൾ കലക്കിയിട്ട് ഭഗവാൻ ഇതേപോലെ മഞ്ഞൾ തേക്കണം കേട്ടോ. മഞ്ഞൾ തേച്ച് ചന്ദനവും കുങ്കുമവും തൊടണം കേട്ടോ. അതേപോലെ തന്നെ അടിയിലും തൊടും 4 സൈഡും തൊടും. ഭഗവാന്റെ നെറ്റിയിലും നമ്മൾ തൊടുന്നതാണ് കേട്ടോ. വെള്ളരിക്ക് വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിക്കും ചെടി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. വിനായകന് മാല ഇടാറുണ്ട് കേട്ടോ. എരിക്കിൻ്റെ പൂവിൻ്റെ മാല വിനായക ചതുർത്ഥിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വിനായകന് ഇട്ട് കൊടുക്കുന്നത്. ആ എരിക്കും ചെടി വഴി സൈഡിലൊക്കെ നമ്മൾ കാണാറുണ്ട് എരിക്കും ചെടി കേട്ടോ. അപ്പോൾ ആ എരിക്കും ചെടി അതായത് അത് ബ്ലൂ കളറിലാണ് ആ പൂവ് ഉണ്ടാവുക. പക്ഷേ വെള്ള കളറുള്ള എരിക്കും ചെടി നമുക്ക് കാണാൻ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ വെള്ള കളറിലുള്ള എരിക്കും ചെടി ഉണ്ടാവും. ആ ചെടി ഒരു 7 വർഷമെങ്കിലും പഴയതായിരിക്കും. അതായത് ഒരു ചെടി വെച്ച് 7 വർഷമെങ്കിലും മിനിമം ഉണ്ടാവണം. അതിനുശേഷം ആ എരിക്കും ചെടിയിൽ നിന്നാണ് ഈ വെള്ള എരിക്ക് വിനായകനെ ചെതുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. അങ്ങനെയുള്ള വിനായകനെ നമ്മൾ വീട്ടിൽ വെച്ച് ഇതേപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ വീട്ടിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തരും എന്നാണ് ഐതിഹ്യം. അതേപോലെ മെയിൻ എൻട്രൻസ് നമ്മുടെ ഉമ്മറവാതിലില്ലേ, ആ ഉമ്മറവാതിലെ കട്ടില ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നന്നായിട്ട് തുടച്ചതിന് ശേഷം അവിടെ മഞ്ഞളൊക്കെ തേച്ച് കൊടുത്ത് ചന്ദനവും കുങ്കുമവും ഒക്കെ വെച്ച് കോലമൊക്കെ ഇടുന്നത് വീടിന് നല്ലൊരു ഐശ്വര്യമാണ് കേട്ടോ. തമിഴ്നാടൊക്കെ ഇത് ചെയ്യാറുണ്ട്. ഇവിടെയൊന്നും ഇത് ചെയ്ത് കാണാറില്ല കേട്ടോ. സാധാരണ തമിഴ്നാട് ഫുള്ളായിട്ട് നമ്മുടെ കട്ടില എത്രയുണ്ടോ അത്രയും ഭാഗം മഞ്ഞളിൽ തേച്ച്
കെയർ ചെയ്യാറുണ്ട്. അത് ചെതലൊന്നും വരാതിരിക്കാൻ കൂടി സയൻസിൽ പറയുന്നത് ചെതൽ കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ഈ കട്ട്ളയിൽ തടവുന്നതെന്നാണ്. പക്ഷേ ഐതിഹ്യപ്രകാരം കട്ട്ളയിൽ നമ്മൾ അത്ര കെയർ ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമ്മുടെ ഗൃഹനാഥൻ വാഴും എന്നാണ് കേട്ടിരിക്കുന്ന ഐതിഹ്യം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ കേട്ടിരിക്കുന്ന അറിവാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ളയിലൊരു എന്താ പറയുക വിള്ളിച്ചയോ ഇല്ലെങ്കിൽ ചെതൽ പിടിക്കുകയോ ഇല്ലെങ്കിൽ പൊട്ടിപ്പോവുക, ചില സൈഡിലൊക്കെ പൊട്ടൊക്കെ വരില്ലേ, പൊട്ടലൊക്കെ വരില്ലേ, അങ്ങനെയൊന്നും കട്ട്ള പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റണം. ചെതലെടുത്ത കട്ട്ളയൊക്കെ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാറ്റിയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ വിള്ളിച്ചൊക്കെ വന്ന മറ്റേ കട്ട്ളയാണെങ്കിൽ എന്തായാലും മാറ്റണം. ഗൃഹനാഥന് അത് കേടാണെന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് നമ്മുടെ ഉമ്മറപ്പടി വെക്കുന്നോ അത്രയും ഗൃഹനാഥന് നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി വരുന്ന വഴിയാണ്, അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഇതുപോലെ മഞ്ഞളൊക്കെ തേച്ച് ചന്ദനവും കുങ്കുമവും ഒക്കെ തൊട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ ഇത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക കേരളത്തിൽ ഒരു ഡോറ് മാത്രമേ തുറക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് പതിവ്. അപ്പോൾ നമ്മളിത് തേച്ചതിന് ശേഷം നമ്മൾ ഒരു ഡോറ് അടച്ചിടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെയൊക്കെ ഒരു ഡോറ് 2 ഡോറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറേ തുറന്നിടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ചന്ദനമൊക്കെ വെച്ച് കുങ്കുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാൻ വൈകുന്നേരം മാവിലത്തോരണം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കോലം ഇടുകയാണ്. അപ്പോൾ ഇത് അരിമാവിലും ഇടാം. ഞാനിപ്പോൾ ഇടുന്നത് കോലപ്പൊടി കൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം ഞാനതിങ്ങനെ കോലപ്പൊടി കൊണ്ട് ഭംഗിയിൽ ഇങ്ങനെ കോലമൊക്കെ വരച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ഇരുട്ടായത് കൊണ്ട് അത്ര ക്ലിയർ ഇല്ല. കുറച്ച് വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമുക്ക് വാതിലിൻ്റെ മൊത്തം നമുക്ക് കട്ട്ളയിൽ ഇതുപോലെ തേക്കാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ വൈറ്റ് ഡ്രസ്സ് ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും ആവില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. ഇതേ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ കട്ട്ള വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ഐശ്വര്യമാണ് വീടിന്. അതേപോലെ വീടിൻ്റെ ഗൃഹനാഥന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിരുന്നു പണിയൊക്കെ കഴിഞ്ഞ്. എന്നിട്ട് ചായ കുടിക്കുകയാണ്. ഏട്ടനും കുട്ടികളും താഴെ വന്നിട്ടില്ല. അപ്പോൾ അവർ വരുമ്പോഴേക്കും എൻ്റെ ചായ കുടി കഴിഞ്ഞു. പിന്നെ ഇവർ 2 പേരും ചായ കുടിക്കുകയാണ്, നന്ദും ഏട്ടനും. കണ്ണൻകുട്ടി ഇതേ പല്ല് തേച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊന്നും പല്ല് തേക്കില്ല, എൻ്റെ കണ്ടോ പല്ല് വെളുത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് പല്ല് തേച്ച് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കാവും കേട്ടോ. ഒന്ന് ഇവൻ തുടങ്ങി വെക്കണം, ഇല്ലെങ്കിൽ അവൻ തുടങ്ങി വെക്കണം. അങ്ങനെ 2 പേരും വഴക്കാവലാണ് പതിവ് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി ഇതേ പല്ലൊക്കെ തേച്ച് സുന്ദരം കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ കല്ലടിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കല്ലടിക്കോട് 8:30 മണിയാകുമ്പോഴാണ് കേട്ടോ കല്ലടിക്കോട് പോയത്. നമ്മുടെ ഇവിടെ അടുത്തൊന്നും പൂവ് കിട്ടാൻ വഴിയില്ല കേട്ടോ. നമ്മൾ പൂവ് എപ്പോഴും പറിച്ച് വെക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വെള്ളിയാഴ്ച ഇല്ലേന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂവ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൂവൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനുള്ള പൂ കൊണ്ട് ദേ ഭഗവാനെയും വിളക്കിനെയൊക്കെ നന്നായിട്ട് അണിയിച്ച് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് പൂ മേടിക്കാൻ അവിടെ ഇവിടെ പോകണ്ടേ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പൂക്കൾ തന്നെ നമ്മൾ വെക്കാറ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ഏട്ടൻ മേടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ വെച്ചു എന്ന് മാത്രം. അപ്പോൾ ആവുന്നത് നമ്മുടെ അടുത്തുള്ള പൂക്കൾ തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കണ്ണനും നന്ദുവും ദേ സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ട് പോവാൻ. അപ്പോൾ അവരത് പുറപ്പെട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.